പുതിയ കാലത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾ ഇതാണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളായിട്ട് പല കണക്കുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഒരു കെട്ടുകാഴ്ച എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന വാർത്തയായി അവരവതരിപ്പിക്കുന്ന ചില സംഗതികൾ, അതിനൊക്കെ കിട്ടുന്ന സമൂഹ മാധ്യമങ്ങളിൽ കിട്ടുന്ന സ്വീകാര്യത, അതിൻ്റെ കണക്കുകൾ, ഒഫീഷ്യലി കിട്ടുന്ന റേറ്റിങ്ങുകൾക്ക് അപ്പുറത്തുള്ള ചില കണക്കുകൾ നമ്മളുടെ മുമ്പിലേക്ക് വെക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇത് വലിയ തോതിൽ സെല്ല് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നിർബന്ധിതമാക്കുന്നുണ്ടോ ജേർണലിസ്റ്റുകളെ? അതാണോ ജനം ഇതാണ് ആഗ്രഹിക്കുന്നത് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ന്യായീകരിക്കാൻ പറ്റുമോ? ഈ ജേർണലിസം എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തനത്തിൽ ഇൻഫർമേഷൻ, എൻ്റർടൈൻമെൻറ്റ്, എഡ്യൂക്കേഷൻ, ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ അതിൻ്റെ സംഭവിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പഠിപ്പിക്കലല്ല, ഒരു സൊസൈറ്റി എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പരസ്പര ചർച്ചയിലൂടെ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ ഭരണഘടന എഴുതി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. എല്ലാവർക്കും നീതി ഉറപ്പാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയലായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എല്ലാ മനുഷ്യർക്കും നീതി ലഭ്യമാകുന്ന ഒരു രാജ്യത്തിൻ്റെ സൃഷ്ടിയിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്നൊരു തോന്നലുണ്ടാക്കാനുള്ള ശ്രമം, അതാണ് ഭരണഘടന. അതുപോലെ തന്നെയാണ് ജേർണലിസത്തിൽ മനുഷ്യരെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാനുള്ള, എല്ലാവരെയും പഠിപ്പിച്ചു കളയാമെന്നുള്ളതല്ല, പക്ഷെ ഇതാണ് ശരി എന്ന് മനുഷ്യരെ മനസ്സിലാക്കാനുള്ള നിരന്തരമായ ഒരു പ്രവർത്തനം കൂടിയാണ് ജേർണലിസം, മാധ്യമ പ്രവർത്തനത്തിൽ നടക്കേണ്ടത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ എവിടെ നിൽക്കുന്നു, എന്തൊക്കെയാണ് നമ്മളതിന് സംഭവിക്കുന്നത്, അതിൻ്റെ ട്രെൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കുകയും നമ്മൾ ഇങ്ങനെ പോയാൽ എങ്ങനെ പോകും, എവിടെ എത്തും, ഇത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ സമൂഹത്തെ നിരന്തരം ആലോചിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പണി കൂടിയാണ് മാധ്യമപ്രവർത്തനം. അപ്പം അതിൻ്റെ അകത്ത് നിന്ന് ഞങ്ങൾക്ക് ആളുകളെ കാണാൻ വേണ്ടി ഞങ്ങൾ ഏത് കുഴി വരെയും പോകും എന്നുള്ള നിലപാടിന് അതിന് യാതൊരു സാങ്കത്യവുമില്ല, അതിന് യാതൊരു നിലനിൽപ്പുമില്ല. ആളുകൾ കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വിഡ്ഢിത്തരം കാണിക്കുന്നതിന്, അസംബന്ധം കാണിക്കുന്നതിന്, നിയമനിഷേധം കാണിക്കുന്നതിന് യാതൊരു ലോജിക്കുമില്ല. നിങ്ങൾക്കൊരു കാര്യം നടക്കുന്ന ഒരു കാര്യം അത് നിയമത്തിന് വിരുദ്ധമായല്ലാതെ നിയമത്തിന് ചേരത്തക്ക വിധത്തിൽ സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആ പണിക്ക് കൊള്ളില്ല എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യരുടെ ഏറ്റവും അധമമായ വികാരങ്ങൾ അത് എല്ലാ സൊസൈറ്റിയിലും ഉണ്ട്. നമുക്കെല്ലാവർക്കും ഉണ്ട്. 360 ഡിഗ്രിയിലും മനുഷ്യൻ്റെ സ്വഭാവമുണ്ട്. അതിനകത്ത് നല്ലത് കാണാനും ചീത്ത കാണാനും ഒക്കെയുള്ള ഇതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ ആയിരക്കണക്കിന് നടന്നിട്ടുണ്ട്. ലോകത്തിലെല്ലായിടത്തും മാധ്യമ വിദ്യാർത്ഥികളും മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ ഗവേഷണ സ്ഥാപനങ്ങളും ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും യാതൊരു തരത്തിലുള്ള പുതുമയില്ല. ഇത് മനുഷ്യരുടെ ഏറ്റവും അധമമായിട്ടുള്ള രസനകളെ പോഷിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ എല്ലാ കാലത്തും ഉണ്ട്. അത് കൊച്ചു പുസ്തകങ്ങളുടെ രൂപത്തിൽ പണ്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ ദൃശ്യ രൂപങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ബ്രോഡ്കാസ്റ്റ് രൂപങ്ങളാണ് എന്ന് പറയുന്നതിൽ വലിയ കേമമുണ്ട് എന്ന് എനിക്ക് സത്യമായിട്ടും തോന്നുന്നില്ല. ഞാനിത് പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും സർക്കാരിനെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ ഏത് സർക്കാരിനും തെറ്റുപറ്റും. എത്ര 916 സർക്കാരാണെന്ന് പറഞ്ഞാലും അബദ്ധങ്ങൾ പറ്റും, തെറ്റുകൾ പറ്റും, മനഃപൂർവ്വം പറ്റും, മനഃപൂർവ്വം അല്ലാതെയും പറ്റും. അപ്പം അത് അന്വേഷിച്ച് കണ്ട് നിങ്ങൾക്ക് സർക്കാരിനെ ആക്രമിക്കാം, സർക്കാരിൻ്റെ തെറ്റുകളെ അങ്ങനെ തന്നെ ചൂണ്ടിക്കാട്ടാം. അത് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ കഥകൾ ഉണ്ടാക്കി സർക്കാരിനെ ആക്രമിക്കും. അത് ഞാൻ പറഞ്ഞ ഏത് സർക്കാരിനെ എന്നുള്ളതല്ല, കേരളത്തിൽ അത് വളരെ കൂടുതലായിട്ട് കാണുന്നതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ഉദാഹരണം പറയാം. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്ന സാധനം വന ഭേദഗതി ബിൽ. അത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായ ബില്ലുകളിൽ ഒന്നാണ്. അത് ഒരു പ്രത്യേക ഫോഴ്സിന് ഒരു ന്യായവുമില്ലാത്ത തരത്തിലുള്ള അവകാശങ്ങൾ കൊടുക്കുന്ന തരത്തിലുള്ള മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ സാധ്യത ഉണ്ടാക്കുന്ന ഒരു ബില്ല്. ഇതിനെതിരെ എത്ര മാധ്യമങ്ങൾ സർക്കാരിനെ എതിരെ ആഞ്ഞടിക്കാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. ഞാൻ കണ്ടെടുത്തോളം മലയാള മനോരമ എന്ന ഒരു പത്രം മാത്രമാണ് അതിനെതിരെ സീരിയസ് ആയിട്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ നാട്ടിൽ ധാരാളം മനുഷ്യരുടെ കൺസേൺ ആയിരുന്നു.
ആ കൺസേണിനെ ഒരു വാർത്താ മാധ്യമത്തിന് ഉത്തരവാദിത്തോടു കൂടി സമീപിക്കുകയും അഡ്രസ്സ് ചെയ്യുകയും ഭരണാധികാരികളെ കാര്യങ്ങൾ ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് മാധ്യമങ്ങളുടെ എത്രയോ വലിയ ഉത്തരവാദിത്തമായിരുന്നു. അത് സർക്കാരിൻ്റെ തന്നെ ബില്ലാണ്. ഇതിനകത്ത് സർക്കാരിന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത തരത്തിലുള്ള വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ആ ബില്ല്. ആ ബില്ലിലുള്ള നിയമവിരുദ്ധത, അതിനകത്തെ മനുഷ്യത്വ വിരുദ്ധത, നാടിന് ഇത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ദ്രോഹത്തെക്കുറിച്ച് പറഞ്ഞ് സർക്കാരിനെതിരെ അതിനു പകരം ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുകയും മറ്റ് പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഞാൻ ഇതിൻ്റെ പലതരത്തിലുള്ള വേർഷൻസ് നാട്ടിൽ കൂടെ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതുകൊണ്ട് വസ്തുതകളെ മനുഷ്യരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ പണിയറിയത്തില്ലാത്ത പണിക്കാരൻ ടൂളിനെ കുറ്റം പറയും എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ടല്ലോ. അതുപോലെ ആളുകൾക്ക് ഇതാണ് വേണ്ടത് എന്ന് പറയുന്നത് അസംബന്ധമായിട്ടുള്ള ഒരു വാദമാണ്. ആളുകൾക്ക് വേണ്ടതല്ല നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങളുടെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള അൺഎത്തിക്കലായിട്ടുള്ള നിങ്ങളുടെ സ്കില്ല് കൊണ്ട് അതുകൊണ്ടുണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി നിങ്ങൾ ഉണ്ടാക്കുകയും അതിലേക്ക് വരാൻ നിങ്ങൾ മനുഷ്യരെ നിർബന്ധിക്കുകയും ചെയ്യാണ്. ക്ലാസ് ആയിട്ടുള്ള മെച്ചപ്പെട്ട ജേർണലിസം, മെച്ചപ്പെട്ട വാർത്തകൾ ഉണ്ടാക്കി മനുഷ്യരെ പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള വാർത്തകളാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യരുടെ ഏറ്റവും അധമമായിട്ടുള്ള വികാരങ്ങളെ തൊട്ട് ഉണർത്താൻ പറ്റുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ, അത് പലപ്പോഴും ഇപ്പം നമ്മൾ ആ വാർത്തയിൽ കണ്ടതുപോലെ തികഞ്ഞ മര്യാദകേടിലേക്ക് പോകുന്നു. ഇതൊക്കെ ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരുണ്ടാക്കാവുന്ന പ്രത്യാഘാതം അത് വളരെ വലുതാണ് എന്നുള്ള കേവലമായിട്ടുള്ള അറിവ് പോലും ഇല്ലാത്തവരായിട്ട് മാറുന്നു. ഇതിൻ്റെ നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും ഈ സ്വാതന്ത്ര്യം കിട്ടി 75 വർഷമായി കേരളം വലിയ സാമൂഹ്യ പുരോഗതി നേടിയെന്നൊക്കെ പറഞ്ഞാലും ഈ മൈക്കും നീട്ടി മുമ്പിൽ വരുന്ന ആളോട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ ഒരു സാധാരണ പൗരന് അവകാശമുണ്ട് എന്നുള്ള കാര്യം അറിയാതെ പോകുന്നു. അതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഇതിൻ്റെ മുമ്പിൽ പോയി നിന്നു കൊടുക്കുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു ക്രൈം നടന്നു, ഒരു അപകടം നടന്നു, മരണം നടന്നു, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ പോലും അവരുടെ പ്രൈവസിയിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്ന മനുഷ്യരോട് നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കൂ എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയാതെ പോകുന്നു. അത് നമ്മൾ വകവെച്ചു കൊടുക്കും. അതിനകത്തേക്ക് ഇടിച്ചു കയറാനുള്ള മാധ്യമപ്രവർത്തകരുടെ അവകാശത്തെ, ഇല്ലാത്ത അവകാശത്തെ നമ്മൾ വകവെച്ചു കൊടുക്കുന്നു എന്നുള്ള ഒരവസ്ഥ കൂടിയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം കണ്ണടച്ചു പോകുന്നത് കൊണ്ട് മാത്രം വളർന്നു വരുന്ന ഒരു അസംബന്ധ പരിപാടിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.